നമുക്ക് അലീനയുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ അവധുക്കുട്ടിച്ചാൻ സ്റ്റാലിനെ വിളിച്ചിട്ട് ദേഷ്യപ്പെടുവാണ്. എടാ, ആ പെണ്ണിനെ എന്ത് കാണിക്കാനാ നീ കൊണ്ടുവന്നേ? അപ്പച്ച, ഞാൻ പറഞ്ഞല്ലോ അവൾ എൻ്റെ മകളാണ്. പിന്നെ ഒരു മകള് വന്നിരിക്കുന്നു. അപ്പച്ച, 10-23 വർഷക്കാലം ഓർഫനേജ് കഴിഞ്ഞ കുട്ടി അവള്. പിന്നെ എടാ, അതൊക്കെ അവളുടെ കള്ളത്തരമാണെങ്കിലോ, അവള് വെറുതെ കള്ളത്തരം പറഞ്ഞാണെങ്കിലോ നിന്നെ ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരിക്കാനാ എനിക്ക് തോന്നേ. എടാ, എത്രയും പെട്ടെന്ന് തന്നെ അവളെ പറഞ്ഞു വിട്. അതവൾക്ക് സമ്മതമുള്ള കാര്യമാണ്. നമ്മൾ ഒരു വാക്കൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവൾ ആ സെക്കൻഡിൽ പോയിക്കോളും. കാരണം അവൾക്ക് ഇവിടെ വന്നിട്ട് അത്ര പിടുത്തമൊന്നുമില്ല. പിന്നെ എന്തിനാ ലാലിച്ച നിനക്ക് ഇത്ര ബുദ്ധിമുട്ട്? എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടാൻ നോക്ക്. കൊടുക്കാനുള്ള എന്താന്ന് വെച്ചാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ അങ്ങോട്ട് പോകില്ലേ? പിന്നെ അതൊക്കെ അപ്പച്ചൻ്റെ വെറും തോന്നല. എടാ, ഇന്നത്തെ കാലത്ത് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണേലും പോകും. പോകത്തില്ലാന്ന് നിന്റെ തെറ്റിദ്ധാരണയാ. നിനക്കറിയത്തില്ലാത്തോണ്ടാ. ശരി, നീ കോള് കട്ട് ചെയ്തു, ഞാൻ അങ്ങോട്ടേക്ക് വരാം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതും പറഞ്ഞിട്ട് അത് കുടിച്ചാൽ കോള് കട്ട് ചെയ്തു. സ്റ്റാലിക്ക് ആ പാടെ ടെൻഷനായി. അപ്പച്ചൻ വന്നിട്ട് എന്താ പറയണേ എന്താണെന്നും അറിയത്തില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണബോളും ബബിതയും കൂടെ ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വൈജയന്തി അങ്ങോട്ടേക്ക് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുവാണ്. കുറേ സമയമായി തുടങ്ങിയിട്ട്. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അല്ല അമ്മയ്ക്കിത് എന്തു പറ്റി? കൃഷ്ണബോൾ പറഞ്ഞു, എനിക്ക് തോന്നേ എന്തോ ഉണ്ടാക്കാനുള്ള പുറപ്പെടാൻ തോന്നേ, അതിനുള്ള നടത്തുവാൻ തോന്നേന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വഴക്കുണ്ടാക്കാതെ ഇരിക്കപ്പുറത്ത് ഇല്ലല്ലേ? പെട്ടെന്ന് കൃഷ്ണബോൾ എന്ത് ചെയ്തു? നേരെ വൈജയന്തിയുടെ അടുത്തേക്ക് വന്നു. അല്ല അമ്മയ്ക്കിത് എന്തു പറ്റി? എന്താടി അമ്മയുടെ കാല് വലുതും പൊള്ളിയിട്ടുണ്ടോ? എന്താടി അങ്ങനെ വെച്ചേ? അല്ല, കാല് വെന്ത പോലെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. ഓ അതാണോ? എടി, ഞാൻ നിന്റെ അച്ഛനെ നോക്കി നിൽക്കുക. എന്താ അച്ഛൻ അമ്മയെ വല്ല സിനിമയ്ക്കും കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? ദേ, ചെറുതാന്നോ വലുതാന്നോ നോക്കത്തില്ല, ഒരെണ്ണം കിട്ടു തരും ഞാൻ. അമ്മ എന്തിനമ്മ ഇപ്പൊ അച്ഛനെ നോക്കിയിരിക്കുന്നത്? വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? എടി, അങ്ങനെ അങ്ങോട്ട് വെറുതെ വിടാൻ പറ്റുമോ? ഇത് 1ഉം 2ഉം അല്ല, 10-15 ലക്ഷം രൂപയുടെ സ്വർണ്ണം അവൾക്ക് കൊടുത്തു വിട്ടത്. അതുപോലെ തന്നെ 10-10,000 കണക്കിന് രൂപയുടെ തുണിയും വാങ്ങിച്ചു കൊടുത്തു. ഇതിന് മാത്രം അവൾ ആരാ ഇവിടുത്തെ? അവൾ ആരാന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അമ്മേ, അരിയനും ചേച്ചിക്ക് കൊടുക്കാനുള്ളതിൻ്റെ 4 പോലും കൊടുത്തിട്ടില്ല. എന്താടി അവൾക്ക് കൊടുക്കാനുള്ള? അവൾ ഇവിടെ എല്ലാവർക്കും സ്വർണ്ണ മുട്ടയാണ് രാവിലെ പുഴുങ്ങി തന്നുകൊണ്ടിരുന്നേ. അതമ്മയ്ക്കും മനസ്സിലാകാൻ പോകുന്നുള്ളൂ. നീ കൂടുതലൊന്നും പറയണ്ട കൃഷ്ണേ. നിന്റെ അച്ഛനും കൂടെ വരട്ടെ, ഞാനൊന്ന് ചോദിച്ചിട്ടുള്ളൂ. അത് കേട്ടതും കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് കയറി പോകാൻ തുടങ്ങുവാണ്. അപ്പോഴാണ് ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് കൃഷ്ണമോൾ താഴേക്ക് ഇറങ്ങി വന്നു. ദേ, അച്ഛൻ ഇറങ്ങി വരുന്നുണ്ട്. അമ്മേ, ഒരു കൈയാളിൽ മാറി നിന്നു. അതെന്തിനാടി? അല്ലെങ്കിലേ സ്വന്തം തടി കേടാവും, വെറുതെ എന്തിനാ കേടാക്കുന്നേ? അതും പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങോട്ട് മാറി നിന്നു. ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അങ്ങനെ ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വൈജ ബാലേന്ദ്രനോട് പറഞ്ഞു, അതെ, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യങ്ങളാ നിനക്ക് എന്നോട് സംസാരിക്കാനുള്ളേ? അല്ല, എങ്ങാണ്ടോ കിടന്നൊരു വേലക്കാരിക്ക് 10-12 പവന്റെ സ്വർണം കൊടുത്തു. അതും പോരാഞ്ഞിട്ട് 10,000 കണക്കിന് രൂപയുടെ ഡ്രസ്സ് കൊടുത്തു. അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? അതെനിക്കൊന്ന് അറിയണം. ഓ, അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ നിന്ന് തമ്പുരാട്ടി നിന്നേ? അതെ, അതെനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ. ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അറിഞ്ഞായിരുന്നോ? അറിഞ്ഞില്ല, നീ ഒന്നുകൂടെ അങ്ങോട്ട് അറിഞ്ഞോ? ഇനിയിപ്പോൾ അതും പോരെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക. അതെല്ലാം കൂടെ ചുരുട്ടിയ ഒരു ഉണ്ടയായിട്ട് ഒറ്റയടിക്കും കൂടെ വിഴുങ്ങിക്കോ. അത് മതിയോ നിൽക്കുമെന്ന് ചോദിച്ചു. അത് കേട്ടിഞ്ഞപ്പോൾ വൈജയന്തി പറഞ്ഞു, ബാലേന്ദ്ര, അങ്ങനെ ഒഴിവാകാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. നിങ്ങൾ എന്തിനാ അവളെപ്പോലെയുള്ള ജോലിക്കാരിക്ക് ഇത്രയും തുക, അതുപോലെ ഈ സ്വർണവും കാര്യങ്ങളൊക്കെ കൊടുത്തേ? അവൾ പോകുന്ന സമയത്ത് 50,000 രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് അവൾക്ക് വേണ്ടിയിട്ട് കുറേ പൈസ ചിലവാക്കിയിട്ടുണ്ട്. ഒരു 5-6 മാസത്തിനുള്ളിൽ ഇപ്പോൾ ഒരു 10-20 ലക്ഷം രൂപയായി അവൾക്ക് വേണ്ടിയിട്ട്. അതിത്തിരി കുറഞ്ഞു പോയെന്ന വൈജി എനിക്ക് തോന്നേ. കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കണമായിരുന്നു. സാരമില്ല, അതെ, കുറച്ച് കഴിയുമ്പോൾ നീ തന്നെ കൊടുത്താൽ മതി ബാക്കി. എൻ്റെ പട്ടി കൊടുക്കൂന്ന് പറഞ്ഞു. പട്ടി എന്തിനാ എൻ്റെ വൈജെ ആ പാവം പട്ടീനെ കൂടെ കുറ്റപ്പെടുത്തുന്നേ? എടി, നിന്റെ പട്ടിയാകുമ്പോൾ ഒരു ചാവാലിപ്പട്ടിയാ. അതിൻ്റെ മേലിൽ ഇപ്പം തന്നെ ഒരു കുന്നാത്രം ഭാവഭാരമുണ്ട്. ഇനിയിപ്പം വേറെയും കൂടെ വെച്ച് കെട്ടി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവളുടെ പട്ടി കൊടുക്കും പോലും. എടി, നീ കൊടുക്കേണ്ട ഒരു ദിവസം വരും. അതിപ്പോഴല്ല, പിന്നെ എപ്പോഴായാലും നീ കൊടുത്താൽ മതി. എനിക്ക് പിന്നെ അറ്റാക്കൊക്കെ വന്നിട്ടിരിക്കുന്നതല്ലേ. ഏത് സമയത്ത് ആ മുകളിലേക്ക് പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ കൊടുക്കാനുള്ളതൊക്കെ നീ കൊടുത്തോണം, എൻ്റേതും കൂടെ കൂട്ടി അങ്ങോട്ട് കൊടുത്തോണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വൈജയന്തി പറഞ്ഞു, അല്ല, നിങ്ങൾ എന്തിനാ ഇത്രയൊക്കെ കൊടുത്തേ? ഇതിനു മുമ്പ് ഇവിടെ വേലക്കാരികൾ ഉണ്ടായിരുന്നല്ലോ. ജാനകി ഉണ്ടായിരുന്നു, കുഞ്ഞുമോൾ ഉണ്ടായിരുന്നു, മീനാക്ഷി ഉണ്ടായിരുന്നു, അങ്ങനെ എത്ര പേര് വന്നു. അന്നേരം അവർക്കൊന്നും നിങ്ങൾ കൊടുത്തില്ലല്ലോ.
എടി അവർക്കൊക്കെ നീയല്ലേ കൊടുത്ത, ഞാനല്ലല്ലോ. അതാണ് അതിൻ്റെ വ്യത്യാസം. ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം അതാ. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, എന്നാലും അവൾക്ക് ഇത്രമാത്രം കൊടുക്കാനായിട്ട് അവൾ നിങ്ങളുടെ ആരാ? എടി അതെ, ഇപ്പം നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. അറിയാലോ. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നീ ഇതിനെക്കുറിച്ചൊക്കെ ശരിക്കും ഒന്ന് നന്നായിട്ടൊന്ന് പഠിക്കുക. പിന്നെ ഞാൻ കൊടുത്ത കുറഞ്ഞു പോയെന്ന് തന്നെ ഇപ്പോഴും എൻ്റെ വിശ്വാസം. നീ കുറച്ചുകൂടി അവൾക്ക് കൊണ്ട് കൊടുക്കുക. പിന്നെ ഇപ്പം സംശയങ്ങളൊക്കെ തീർന്നല്ലോ. ഇനി ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് വന്നേക്കരുത് എൻ്റെ അടുത്തേക്ക്. പറഞ്ഞു കേട്ടല്ലോ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞ് ബാലേന്ദ്രനൊന്നും നിർത്തി. അങ്ങനെ ബാലേന്ദ്രൻ വൈജയന്തിയെ നോക്കിയിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും കൃഷ്ണമോള് പറഞ്ഞു, കിട്ടിയില്ല, കിട്ടാനുള്ളതൊക്കെ ഇപ്പം അമ്മയ്ക്ക് സമാധാനമല്ലേ, ഒറ്റോണം കിട്ടാന്നാണ്ടല്ലോ. വൈജയന്തി കൈ ഓങ്ങി കൃഷ്ണമോളുടെ നേർക്ക്. കൃഷ്ണമോൾ ഒരു പുച്ഛ ഭാഗത്തിലൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ട് പോയി. വൈജയന്തിക്ക് കർണത്തടിയേറ്റവല്ലേ പോയി. ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളും വൈജയ്ക്കുണ്ടായിരുന്നു. പിന്നീട് സ്റ്റാലി ഒരു ഇംഗ്ലീഷ് പത്രമൊക്കെ ആയിട്ട് അലീനയുടെ അടുത്തേക്ക് വരുവാണ്. എന്നാ ഇത് വായിച്ചോ, ഇംഗ്ലീഷ് പത്രമാണെന്ന് പറഞ്ഞു. അലീന അത് വാങ്ങിച്ച് നോക്കി. എന്നിട്ട് ചോദിച്ചു, ഇവിടെ ഇതോ വരുത്താറുള്ളോ? അതെന്താ, നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലേ? വായിക്കാനറിയാം. +2 വരെ നീ പഠിച്ചല്ലേ? പഠിച്ചതാ, പക്ഷേ ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചേ. എന്താ വായിച്ചാൽ മനസ്സിലാകത്തില്ലേ നിനക്ക്? അതെ വായിച്ചോ, ഡെയിലി വായിച്ചാൽ മതി, പിന്നീട് താനെ മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു. അലീന ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അലീന അങ്ങോട്ട് പോകാൻ തിരിഞ്ഞപ്പോഴത്തേനും സ്റ്റാലി പറഞ്ഞു, അതെ നീ ബാലേന്ദ്രനെ ഇവിടെ വന്ന സമയത്ത് കുറേ തവണ അച്ചാച്ചാന്ന് വിളിക്കുന്നത് കേട്ടു, പക്ഷെ എന്നെ ഇതുവരെയായിട്ടും പപ്പാന്ന് അങ്ങനെ വിളിച്ച് കേട്ടിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ എന്നെ എൻ്റെ അച്ഛൻ മോളേന്ന് എപ്പോഴും വിളിക്കാറുള്ളത്. സ്നേഹത്തോടെ മോളേന്ന് വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? പക്ഷേങ്കിൽ ഇവിടെ നിന്ന് അങ്ങനെ ഒരു വിളി ഉണ്ടായിട്ടില്ലല്ലോ, മോളേന്നുള്ള വിളി സ്നേഹത്തോടെ. ഓ അങ്ങനെയാണല്ലേ, അതുകൊണ്ടായിരിക്കും നീ എന്നെ പപ്പാന്ന് വിളിക്കാത്തല്ലേ. സാരമില്ല, ഇനിയിപ്പം ഞാൻ അങ്ങനെ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീനയ്ക്കൊരു സന്തോഷമൊക്കെ തോന്നി. പിന്നെ നിനക്കിവിടെ എന്തേലും പറഞ്ഞാൽ മതി. അത് കുഴപ്പമില്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട. നാളെ ആട്ടെ നമുക്ക് എസ്റ്റേറ്റിലൊക്കെ ഒന്ന് പോകണം, അവിടേക്കൊന്ന് ചുറ്റിനടന്ന് കാണണം എന്ന് പറഞ്ഞു. അലീനയ്ക്കും അത് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നിനക്കിവിടെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് വേണേൽ പറഞ്ഞാൽ മതി, സർവൻസ് ഉണ്ടാക്കി തരും, പൗലോസിനോട് പറഞ്ഞാൽ മതി. അലീനോട് എനിക്ക് അങ്ങനെയൊന്നും വേണ്ട, രാവിലെ ഇത്തിരി ഇഡ്ഡലിയോ ദോശയോ ചമ്മന്തി അങ്ങനെ എന്തെങ്കിലും, ഉച്ചയ്ക്ക് ഒരു പിടി ചോറ്, വൈകുന്നേരം കഞ്ഞിയും ചമ്മന്തിയും മതി. അല്ല നീ നോൺ വെജൊക്കെ കഴിക്കില്ലേ? നോൺ വെജൊക്കെ കഴിക്കും, പക്ഷെ അങ്ങനെ എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഓഹോ. സ്റ്റാലി അലീനെ ഒരു നിമിഷം നോക്കി, എന്നിട്ട് പറഞ്ഞു, അല്ല നീ ഇവിടുത്തെ സെർവൻസിനോടൊക്കെ പറഞ്ഞോ നീ അനാഥയാന്നും ഓർഫനേജിലായിരുന്നു വേലക്കാരിയായിരുന്നൊക്കെ? ഒരാളെന്നോട് ചോദിച്ചു, അപ്പം ഞാൻ അയാളോട് പറഞ്ഞു. നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? ഇനിയിപ്പോൾ അവരൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കില്ലേ ഓർഫനേജിൽ ഒരു പെണ്ണിനെ സ്റ്റാലി വിളിച്ചോണ്ട് വന്നെന്ന്? വെറുതെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയണം. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പരായികളൊക്കെ ഉണ്ട് ഇവിടെ നടക്കാൻ പോകുന്നത്, കൂട്ടിച്ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലുണ്ടാകുന്ന സമയത്ത് അവരോരോന്നൊക്കെ വിളിച്ചു പറഞ്ഞു നിൽക്കും. അപ്പം എല്ലാവരും ജോലിക്കാരിയായിരുന്നു വേലക്കാരിയായിരുന്നു എന്നൊക്കെ തിരിച്ചറിയുകയും ചെയ്യും. ഇപ്പം രാജകുമാരി എന്ന് ഞാൻ പറഞ്ഞിട്ട് ആ സമയം ജോലിക്കാരിയായിരുന്നു എന്നറിഞ്ഞു കഴിയുമ്പം എൻ്റെ വില എന്താവും? അതിനേക്കാളും നല്ലതല്ലേ ഇപ്പം യജമാനത്തി, ഇപ്പം വേലക്കാരിയാ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് പിന്നീട് യജമാനത്തിയാന്ന് അറിയുന്നത്, അതല്ലേ നല്ല കാര്യമെന്ന് ചോദിച്ചു. ഓ അങ്ങനെയാണല്ലേ, സ്റ്റാലിക്ക് മനസ്സിലായി. സ്റ്റാലി പറഞ്ഞു, ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയ്ക്ക് കൈ കൊടുക്കുന്നുണ്ട്. കാരണം അലീന ഒരു പക്ഷേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പം എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് ദോഷം ചെയ്യും. അതാണ് അലീന പറഞ്ഞതിൻ്റെ ആ സാരം. അത് സ്റ്റാലിക്ക് പിന്നീടാണ് മനസ്സിലായത്. സ്റ്റാലി അത്രയും കടന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കുളത്തപ്പുഴയുടെ മുറ്റത്തേക്ക് അത് കുടിച്ചതിൻ്റെ കാറ് നിന്നു. അപ്പോഴേക്കും ബൈജു ആൻറ്റിപ്പനും കൂടി ചെന്നു. ബൈജുവിനെ കണ്ടതും കാറിൻ്റെ കീ അങ്ങോട്ട് കൊടുത്തിട്ട് അവത് കുടിച്ചാൻ പറഞ്ഞു, എടാ ഇതിൻ്റെ അടിഭാഗത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, നീ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് എന്ത് കുന്തറാണ്ടോ ഒന്ന് നോക്ക്, നന്നാക്കണ്ടാണോ നന്നാക്കാന്ന് പറഞ്ഞു. ശരി. അല്ല ഇവിടെ പുതിയ വല്ല പട്ടികളും വന്നിട്ടുണ്ടോ ആൻ്റപ്പ? ഇവിടെയുള്ള നായ്ക്കളെയൊക്കെ കുട്ടിച്ചായൻ അറിയാവുന്നതല്ലേ? അത് കേട്ടതും ബൈജു പറഞ്ഞു, അത് ശരിയാ അറിയാവുന്ന, പക്ഷേ പുതിയൊരു പട്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേതാടാ? അല്ല അതൊരു പെൺപട്ടിയാന്ന് പറഞ്ഞു. മനസ്സിലായി. പക്ഷേ കുട്ടിച്ചാൻ ഉദ്ദേശിക്കുന്ന പോലെയല്ല, കടിക്കുന്ന ഇനമാണെന്ന് തോന്നേ. സാരമില്ല, കടിക്കുന്ന ഇനമാണെങ്കിലും എത്ര വിഷമുള്ളതാണെങ്കിലും ആ പല്ല് പിഴുതെറിഞ്ഞിട്ടോ ഈ കൂട്ടി ഇവിടുന്ന് പോകുന്നുള്ളെന്ന് പറഞ്ഞു. അതും പറഞ്ഞു അങ്ങോട്ട് നടന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, അല്ല അവളിവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവത് കുടിച്ചാൻ അകത്തേക്ക് കയറിപ്പോയി. ആൻ്റപ്പൻ പറഞ്ഞു, ഇതെന്തിനുള്ള പുറപ്പാടാ? ബൈജു പറഞ്ഞു, എന്തേലും ഒക്കെ നടക്കും കണ്ടോ ആൻ്റപ്പൻ ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവത് കുടിച്ചാൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ സ്റ്റാലി കാത്തിരിക്കുമായിരുന്നു.
മദ്യമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുമായിരുന്നു. വാപ്പച്ച വന്നിരിക്കാൻ പറഞ്ഞു. എടാ ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിക്കാനൊന്നും വന്നതല്ല. ഇതെന്ത് വർത്താനോ അപ്പച്ച പറയണേ? ഫിലിപ്പീൻസിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു സാധനമുണ്ട്. ദേ കുറച്ചങ്ങോട്ട് കുടിക്കപ്പച്ച. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തീർത്ത് കളയും. പിന്നെ കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ ഒടുവിൽ അത് കുടിച്ചാൽ ഗ്ലാസ് എടുത്ത് കുറച്ച് സോഡയും കൂടെ ഒഴിക്കടാന്ന് പറഞ്ഞു. ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒറ്റ വലിക്കാൻ കൂടി കുടിക്കുക. എൻ്റെ അപ്പച്ച ഇതൊക്കെ സിപ്പ് ചെയ്ത് കുടിക്കണം, രുചിച്ച് കുടിക്കേണ്ട സാധനങ്ങളാ. പിന്നെ അതൊന്നും ഇവിടെ ആർക്കും സമയമില്ല എന്ന് പറഞ്ഞു. അല്ല അവൾ എന്തേന്ന് ചോദിച്ചു. അപ്പച്ച അവൾ ഇങ്ങോട്ടേക്ക് വരത്തില്ല, അത്രയ്ക്ക് അഹങ്കാരിയാണ് അവള്. അതല്ല, ഈ മദ്യസേവ നടക്കുന്നിടത്തേക്ക് അവള് വരത്തില്ല, അവൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എടാ അവളെ എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടാൻ നോക്ക്. അത് നടക്കുന്ന കാര്യമാണോ അപ്പച്ച? 10-23 വർഷക്കാലം ഓർഫനേജിൽ കഴിഞ്ഞാൽ ഇനി അവൾ എൻ്റെ മകളായിട്ട് ഇവിടെ കഴിയട്ടെ. എടാ നീ എന്തു വർത്താനം പറയണേ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. നിനക്ക് അവൾ ഇവിടെ നിർത്തണമെന്ന് അത്രയ്ക്ക് താല്പര്യമാണോ? നീ ഒന്ന് ആലോചിച്ച് വെക്കേ. നിന്റെ ബന്ധുക്കാരോട്, നിന്റെ ഭാര്യയുടെ മക്കളോടൊക്കെ നീ എന്ത് സമാധാനം പറയും? അത് മാത്രമല്ല, അവൾ ഇവിടെ വന്നിട്ടുണ്ട് ശരിയാകത്തില്ല, നിന്റെ സ്വസ്ഥതയെ സമാധാനം പോവും. അതുകൊണ്ട് ഒന്നെങ്കിൽ നീ അവളെ എന്നോടൊപ്പം പുനലൂർക്ക് വിട്ടാരെ. എന്തിന്? അവിടെ ചെന്ന് ഞാൻ പറഞ്ഞോളാം ആരുടെയും എൻ്റെ ബന്ധുക്കാരുടെ ആരുടെയും മകളാന്ന്. അവളെ അവിടുന്ന് പിന്നെ ഞാൻ നാട് കിടത്തിക്കോളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അതുവരെ അവളെ ഇവിടെ നിർത്താൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ എന്നോടൊപ്പം പറഞ്ഞയക്കുക. അതൊന്നും ശരിയാകത്തില്ല അപ്പച്ച. എന്തുകൊണ്ട് ശരിയാകത്തില്ല? ഞാൻ പറയുന്ന അനുസരിക്കുന്നത് നിനക്ക് നല്ലത് എന്ന് ഔതുക്കുട്ടിച്ചായൻ പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ സ്റ്റാലിൻ നോക്കുകയാണ്. അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.